സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ മുന്നൊരുക്കം അടിയന്തരമായി പൂർത്തീകരിക്കാൻ തീരുമാനം. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ ഉള്ളവരുടെ പട്ടിക തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കണം. ഈ മാസം 20-നകം ജില്ലാതലത്തിൽ യോഗം ചേർന്ന് പ്രാദേശിക കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്നും നിർദ്ദേശം. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സൈഫ് സേനാബ്ദീൻ വിവരങ്ങൾ നൽകും. സൈഫ, വിശദാംശങ്ങൾ. മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എല്ലാ വർഷവും എടുക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ച് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം വേഗത്തിൽ തന്നെ മുന്നൊരുക്ക നടപടികൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. മെയ് 20-നകം ജില്ലാതലത്തിൽ യോഗങ്ങൾ ചേർന്ന് മഴക്കാല ദുരന്ത സാധ്യത നേരിടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടി ആവശ്യമായ ഇടപെടലുകൾ നടത്തണം. അതിന് റവന്യൂ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ താലൂക്ക് തലങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇതിന്റെ നടപടികൾ സ്വീകരിക്കാൻ. ദുരന്ത സാധ്യത പ്രദേശങ്ങളിലുള്ളവരുടെ പട്ടിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കി അത് വേഗത്തിൽ തന്നെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് അത് കൈമാറുകയും വേണം. ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിക്കുന്ന ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള മുന്നൊരുക്ക നടപടികൾ എല്ലാ വകുപ്പുകളും സ്വീകരിച്ചു എന്ന് ഉറപ്പാക്കണം എന്നുകൂടി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജനമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി സംസ്ഥാന സർക്കാർ കാണുന്നത്. മാലിന്യ നിർമ്മാർജ്ജനം വേഗത്തിൽ നടക്കുകയും മഴയ്ക്ക് മുൻപായി തന്നെ പൊതുവിടങ്ങളിൽ നിന്ന് മാലിന്യം മാറ്റുകയും അവിടെ കെട്ടിക്കിടക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പല വകുപ്പുകൾ ചേർന്നുകൊണ്ടാണ് ഇത് ക്രോഡീകരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയും ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനീഷ.